അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1336, സൂറത്തു യൂനുസ് 37 മുതൽ 41 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه قل فأتوا بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين. بل كذبوا بما لم يحيطوا بعلمه ولما يأتهم تأويله كذلك كذب الذين من قبلهم فانظر كيف كان عاقبة الظالمين. ومنهم من يؤمن به ومنهم من لا يؤمن به وربك أعلم بالمفسدين. وإن كذبوك فقل لي عملي ولكم عملكم أنتم بريئون مما أعمل وأنا بريء مما تعملون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وما كان هذا القرآن أن يفترى من دون الله. അല്ലാഹുവിനു പുറമെ മറ്റാരാലും ഈ ഖുർആൻ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, പക്ഷേ അതിന്റെ മുമ്പുള്ള ദിവ്യ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നതാണ് വിശുദ്ധ ഖുർആൻ. തഫ്സീലൽ കിതാബി, ദൈവിക പ്രമാണത്തിന്റെ വിശദീകരണവുമാണ് ആ ഖുർആൻ. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കൽ നിന്നുള്ളതാണത്. അം യഖൂലൂന ഇഫ്തറാ, അതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കെട്ടിച്ചമച്ചതാണ് എന്നാണോ അവർ പറയുന്നത്? എങ്കിൽ ഖുൽ, തങ്ങൾ അവരോട് പറയൂ നബിയെ, ഫഅ്തൂ ബിസൂറത്തിൻ മിസ്ലിഹി, എന്നാൽ അതിന് തുല്യമായൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. വദ്ഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാ, നിങ്ങൾക്ക് സാധ്യമാകുന്ന അല്ലാഹു അല്ലാത്ത എല്ലാവരെയും നിങ്ങൾ വിളിക്കുകയും ചെയ്തോളൂ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ എന്ന് അവരോട് പറയുക. ബൽ കസ്സബൂ ബിമാ ലം യുഹീതു ബിഇൽമിഹി, അല്ല, മുഴുവൻ വശവും അവർ സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത, വലമ്മാ യഅ്തിഹിം തഅ്വീലുഹു, അതേപോലെ അനുഭവ സാക്ഷ്യം അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തെ അവർ നിഷേധിച്ചു തള്ളിയിരിക്കുകയാണ്. കദാലിക കസ്സബല്ലദീന മിൻ ഖബ്ലിഹിം, അപ്രകാരം തന്നെയാണ് അവരുടെ മുമ്പുള്ളവരും നിഷേധിച്ചു തള്ളിയത്. ഫൻളുർ, അതുകൊണ്ട് അങ്ങ് നോക്കുക, കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, അക്രമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. വമിൻഹും മൻ യുഅ്മിനു ബിഹി, ആ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ ലാ യുഅ്മിനു ബിഹി, വിശ്വസിക്കാത്തവരും അവരുടെ കൂട്ടത്തിലുണ്ട്. വറബ്ബുക അഅലമു ബിൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരെ പറ്റി അങ്ങയുടെ നാഥനായ അല്ലാഹു നന്നായി അറിയുന്നവനാകുന്നു. വഇൻ കസ്സബൂക, അവർ തങ്ങളെ നിഷേധിക്കുകയാണെങ്കിൽ ഫഖുൽ, അങ്ങ് പറയുക, ലീ അമലി, എന്റെ പ്രവർത്തനം എനിക്കുള്ളതാണ്. വലക്കും അമലുക്കും, നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾക്കുമുള്ളതാണ്. അൻതും ബരീഊന മിമ്മാ അഅമലു, ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മുക്തരാണ്. വാന ബരീഉം മിമ്മാ തഅമലു, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാനും മുക്തനാണ് എന്ന് അവരോട് പറയുക എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തി. വളരെ പ്രധാനപ്പെട്ട ചില മെസ്സേജുകളാണ് ഈ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനുമായി ജനങ്ങളിൽ സമുദ്ധാരണ പ്രവർത്തനങ്ങളുമായി കടന്നു വന്നപ്പോൾ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വല്ലാത്ത അത്ഭുതകരമായ, കേൾക്കാൻ ഇമ്പമുള്ള, അതേപോലെ ആശയഗാംഭീര്യതയുടെ അമ്പരപ്പിക്കുന്ന, അത്ഭുതത്തിന് മാത്രം പര്യാപ്തമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് വന്നപ്പോ ആ ഖുർആനിനെ നിരാകരിക്കാനും നേരിടാനും ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു കുതന്ത്രമായിരുന്നു ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തട്ടിപ്പടച്ചുണ്ടാക്കിയതാണ്, സ്വയമേവ നിർമ്മിച്ചിട്ടുള്ളതാണ് എന്ന ഒരു വാദം അവരുന്നയിച്ചു. ഇത് ദൈവികമല്ല, അള്ളാഹു അവതരിപ്പിച്ചതല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടുന്നൊക്കെയോ തട്ടിപ്പടച്ചുണ്ടാക്കിയതാണ്, ഏതൊക്കെയോ ഗ്രന്ഥത്തിൽ നിന്നോ മറ്റൊക്കെ എന്തൊക്കെയോ കട്ടുമുടിച്ച് അതേപോലെ തന്നെ കെട്ടുകഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കിയതാണ് എന്നാണ് അവർ വാദിച്ചത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് സ്ഥാപിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ. അതാണ് വമാ കാന ഹാദൽ ഖുർആനു അൻ യുഫ്തറാ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനാലല്ലാതെ ഈ ഖുർആൻ മറ്റാരാലും കെട്ടിയുണ്ടാക്കപ്പെടാവതല്ല. ആർക്കും ഇങ്ങനൊരു ഗ്രന്ഥം, ഇങ്ങനൊരു ആശയം നിർമ്മിച്ചുണ്ടാക്കാൻ സാധ്യമല്ല എന്നർത്ഥം. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ഹാദാ ബയാനുൽ ലി ഇജാസിൽ ഖുർആൻ, ഖുർആനിന്റെ അമാനുഷികത വിശദീകരിക്കുകയാണ് ഇവിടെ. വഅന്നഹു ലാ യസ്തതിഉൽ ബശറു അൻ യഅതു ബിമിസ്ലിഹി, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലാ ബി അശ്രി സുവരിൻ, ഇതുപോലൊരു ഗ്രന്ഥം വേണ്ട, അതിലൊരു 10 അധ്യായത്തോട് കടപിടിക്കുന്നത് കൊണ്ടുവരാനും സാധ്യമല്ല. വലാ ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, അല്ല ആ ഖുർആനിലുള്ള ഒരധ്യായത്തോട് തുല്യമായത് കൊണ്ടുവരാനും സാധ്യമല്ല. കാരണം വിശുദ്ധ ഖുർആൻ അതിന്റെ സാഹിത്യ ഭംഗിയിലും അതിന്റെ അർത്ഥഗാംഭീര്യതയിലും അതിന്റെ മാധുര്യത്തിലും അതിന്റെ ആശയത്തിന്റെ സൗന്ദര്യത്തിലും ഒക്കെ അതിലടങ്ങിയിട്ടുള്ള അത്യത്ഭുതകരവും അമ്പരപ്പിക്കുന്നതുമായിട്ടുള്ള അർത്ഥവും അതേപോലെ തന്നെ ആശയങ്ങളും ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള സന്ദേശങ്ങളുമെല്ലാം അതൊരിക്കലും തന്നെ ത്രികാലജ്ഞാനിയായ നാഥനിൽ നിന്നല്ലാതെ ഉണ്ടാവാൻ സാധ്യമല്ല. ഇപ്പൊ ലഭ്യമായ ഒരു സംഗതിയെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാം. എന്നാൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ എന്തുമാത്രമല്ലല്ലോ, ലഭ്യമായ വിവരങ്ങൾ മാത്രമല്ലല്ലോ. അതേപോലെ തന്നെ നമുക്ക് വിജ്ഞാനം കിട്ടുന്നതിനൊരു പരിധിയുണ്ടല്ലോ. ആ പരിധി എന്ന് പറയുന്നത് നമുക്ക് സംഘടിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ മാത്രമല്ലേ. എന്നാൽ അത്തരം സോഴ്സുകളുടെ ഒന്നും യാതൊരു പിമ്പലവുമില്ലാതെ എത്ര വിജ്ഞാനങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും വിശാലമായി കാര്യങ്ങൾ പറയണമെങ്കിൽ ആ പറയുന്നത് ആരിൽ നിന്നാവാനേ തരമുള്ളൂ. ഭാവിയിൽ എന്ത് നടക്കാനിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവന് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കൂ. കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സംഭവങ്ങൾ കൃത്യമായി വിലയിരുത്തണമെങ്കിലും എന്തു വേണം? അതുമായി ബന്ധപ്പെട്ട ശരിയായ ധാരണ വേണ്ടേ? ആ ധാരണയും പക്ഷെ ആർക്കില്ല, അവർക്കില്ല. അപ്പൊ ആ ധാരണയില്ലാത്ത ആളുകളുടെ മുന്നിൽ ഇത്തരം ധാരണകൾക്ക് യാതൊരു സംവിധാനവും ഇല്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞ കാലത്തുള്ള സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി വിശകലനം നടത്തുന്നു, അത് കൃത്യമായിട്ട് പറയുന്നു. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്കും ചെയ്തൂടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞങ്ങളും അതേപോലത്തെ ഒന്ന് കൊണ്ടുവരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നബിതങ്ങൾക്ക് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഇവർക്കും സാധിക്കണമല്ലോ. അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങൾ കൊണ്ടുവന്നതല്ല, ഈ ഖുർആൻ ദൈവികമാണ് എന്ന് തന്നെയാണ് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ അവർക്ക് സാധിക്കാത്ത കാലത്തോളം. അപ്പൊ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറയുന്നത് വമാ കാന ഹാദൽ ഖുർആനു അൻ യുഫ്തറാ മിൻ ദൂനില്ലാഹ്, ഈ ഖുർആൻ അല്ലാഹുവിനെ കൂടാതെ മറ്റാരാലും കെട്ടിയുണ്ടാക്കപ്പെടാൻ പറ്റിയതല്ല, ആരെക്കൊണ്ടും അതിന് സാധ്യമല്ല എന്നർത്ഥം. ഐ മിസ്ലു ഹാദൽ ഖുർആൻ ലാ യകൂനു ഇല്ലാ മിൻ ഇൻദില്ലാഹ് വലാ യശ്ബഹു ഹാദാ കലാമൽ ബശർ, ഇതുപോലൊരു ഗ്രന്ഥം അത് അല്ലാഹുവിൽ നിന്നല്ലാതെ സാധ്യമല്ല, മനുഷ്യവാക്കുകളൊന്നും തന്നെ ഇതിനോട് സാമ്യമായി കൊണ്ടുവരാനും കഴിയില്ല. മറിച്ച് ഖുർആനിൽ എന്താണുള്ളത്? വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, ഈ ഖുർആന്റെ മുമ്പ് വന്നിട്ടുള്ള
ഗ്രന്ഥങ്ങളെ സ്ഥിരീകരിക്കുന്നതാണ് ഖുർആന്റെ ആശയങ്ങൾ. ഖുർആനിൽ മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയുണ്ട്, അതിന്റെ ശരിയായ സംഗതികൾ ഈ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. തഫ്സീലൽ കിതാബി, അതേപോലെ തന്നെ ഗ്രന്ഥത്തിന്റെ വിവരണവും ഇതിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള വിധിവിലക്കുകൾ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്ന ബയാനുൽ അഹ്കാമി വൽ ഹലാലി വൽ ഹറാമി ബയാനൻ ഷാഫിയൻ കാഫിയൻ ഹഖ്ഖൻ ലാ മിരിയത ഫീഹി മിനല്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഖുർആനിൽ എല്ലാ വിധിവിലക്കുകളും ഹലാലും ഹറാമും, ഇന്ന കാര്യങ്ങൾ ഹലാലാണ്, ഇന്ന സംഗതികൾ ഹറാമാണ് എന്നതടക്കമുള്ള വിധിവിലക്കുകൾ, കൃത്യമായ ഫലപ്രദമായിട്ടുള്ള വിവരണങ്ങളെല്ലാം വേണ്ടതുപോലെ ഖുർആൻ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ നൽകിയ വിവരണങ്ങൾ കണ്ടെത്താനും അത് മനസ്സിലാക്കാനും ആവശ്യമായിട്ടുള്ള വിജ്ഞാനം അതെല്ലാവർക്കും ഉണ്ടാവില്ല എന്ന് മാത്രം. നമ്മളിപ്പോ ഖുർആൻ നോക്കിയാൽ നമുക്ക് കൂടുതൽ വിധികളൊന്നും ഖുർആനിൽ നിന്ന് കാണാൻ കഴിയണമെന്നില്ല, കൂടുതൽ വിവരണങ്ങൾ ഖുർആനിൽ നിന്ന് കിട്ടണമെന്നില്ല. പക്ഷേ നല്ല ആഴത്തിൽ വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ ഖുർആൻ നോക്കുമ്പോൾ അവർക്ക് എല്ലാ വിഷയത്തിനുമുള്ള തീർപ്പ് ഖുർആനിൽ നിന്ന് ലഭിക്കുകയാണ്. കാരണം ഖുർആനിൽ എല്ലാം അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ടെന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ടല്ലോ, തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാത്തിന്റെയും വ്യാഖ്യാനവും വിശദീകരണവുമാണ് ഖുർആൻ എന്ന്. പക്ഷെ അത് കണ്ടെത്താനും മനസ്സിലാക്കാനും എല്ലാവർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഖുർആൻ മനസ്സിലാക്കാൻ നമുക്കൊരു പരിഭാഷ പോരെന്നും, മറിച്ച് അങ്ങേയറ്റം ഡീപ്പായി മതം പഠിച്ചിട്ടുള്ള ഇമാമുകളുടെ സഹായമില്ലാതെ, അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നേരിട്ട് ഖുർആനിലെത്തി നിയമങ്ങൾ കണ്ടെത്തുന്നത് വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുമൊക്കെ സൂക്ഷ്മാലുക്കളായിട്ടുള്ള പണ്ഡിതന്മാർ നമ്മളെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പൊ ഖുർആനിൽ എല്ലാ വിശദീകരണങ്ങളുമുണ്ട്. ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകനിയന്താവായിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വേറെ ആരെക്കൊണ്ടും എന്ത് സാധ്യമല്ല, അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല. ഇതാണ് സത്യം. ഇനി ഈ വിശദീകരണങ്ങൾ കൊടുത്തിട്ടും തൃപ്തരാകാതെ അം യഖൂലൂന ഇഫ്തറാ, അത് അല്ലെങ്കിൽ അവർ പറയുകയാണോ ഇഫ്തറാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഈ ഖുർആൻ മെനഞ്ഞുണ്ടാക്കിയതാണ്, സ്വന്തമായി നിർമ്മിച്ചതാണ് എന്നവർ പറയുകയാണോ? ആദ്യത്തെ ആയത്തിൽ 37ാമത്തെ സൂക്തത്തിൽ ഖുർആനിന്റെ ശരിയായ സ്റ്റാറ്റസ് എന്താണെന്ന് അള്ളാഹു പറഞ്ഞു. ഒരിക്കലും തന്നെ അള്ളാഹുവിനല്ലാതെ ഇങ്ങനെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കില്ല, ത്രികാലജ്ഞാനിയായ നാഥനല്ലാതെ ഇത്തരത്തിലൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അതിന്റെ വസ്തുത പറഞ്ഞു. ആ വസ്തുത ഉൾക്കൊള്ളാൻ ഇനിയും ഇവർക്ക് സാധ്യമാകുന്നില്ല. അവർ വീണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മെനഞ്ഞുണ്ടാക്കിയതാണ് ഈ ഖുർആൻ എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലാണ് ഖുർആന്റെ ഫലപ്രദമായ വെല്ലുവിളി. അതാണ് അം യഖൂലൂന, അതോ അവർ പറയുകയാണോ ഇഫ്തറാഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ഖുർആൻ മെനഞ്ഞുണ്ടാക്കിയത് എന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ അവർക്കുണ്ടാക്കാലോ, മുഹമ്മദ് നബി ഉണ്ടാക്കണ പോലെ അവർക്കുണ്ടാക്കിക്കൂടെ? അതുകൊണ്ട് കുൽ, തങ്ങൾ പറയൂ അവരോട്, ഫഅ്തു ബിസൂറത്തിൻ മിസ്ലിഹി, നിങ്ങൾ ഖുർആനിനോട് തുല്യമാകുന്ന, ഖുർആനിലുള്ളതിനോട് തുല്യമാകുന്ന ഒരു അധ്യായം, ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമാകുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. വദഉ മനിസ്തതഅതും മിൻ ദൂനില്ലാഹ്, ഇതിപ്പോ മുഹമ്മദ് നബി സ്വന്തമായിട്ടുണ്ടാക്കിയത് എന്നല്ല നിങ്ങൾ പറയണേ, നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കണ്ട. വദഉ മനിസ്തതഅതും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവരൊക്കെ നിങ്ങൾ വിളിക്കുകയും ചെയ്തോളൂ. നിങ്ങൾ സ്വന്തമായിട്ട് ഓരോരുത്തരും ഉണ്ടാക്കണം നമ്മൾ പറയണില്ല, മറിച്ച് നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാ കമ്പനിയും കൂടിയിട്ട്, എല്ലാ ഖുർആനിന്റെ വിരോധികളും കൂടിയിട്ട് എങ്കിലും ഖുർആനിലെ ഒരു അധ്യായത്തോട് തുല്യമാകുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ. അത് നിങ്ങൾക്ക് സാധ്യമാകുന്നില്ല, ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് വന്നാലോ? മുഹമ്മദ് നബിയും ഈ ഖുർആൻ സ്വന്തമായി മെനഞ്ഞുണ്ടാക്കിയതല്ല, അത് ദൈവികമാണെന്ന് നിങ്ങൾ പറയാതെ പറയുകയും അതേപോലെ തന്നെ പരസ്യമായി പറയുന്നില്ലെങ്കിലും വ്യംഗ്യമായി സമ്മതിക്കുകയുമാണ് എന്നാണ് ഖുർആനിന്റെ വെല്ലുവിളിയുടെ സ്വഭാവം. ഖുർആൻ ദൈവികമല്ല, മനുഷ്യനിർമ്മിതിയാണ് എന്ന് വാദിച്ചവരെ ഖുർആൻ 3 രൂപത്തിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതിലെ ഒരു രൂപമാണ് ഇവിടെ പറഞ്ഞത്. ഇബ്നു കസീർ തന്നെ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വഹാദാ ഹുവൽ മഖാമു സാലിസു ഫി തഹദ്ദി, വെല്ലുവിളിയുടെ വിഷയത്തിലുള്ള 3ാമത്തെ സ്ഥാനമാണ് ഇതിന്. കാരണം ആദ്യം ഫഇന്നഹു തആല തഹദ്ദാഹും വദആഹും മിൻ കാനൂ സാദിഖീന ഫീ ദഅവാഹും അന്നഹു മിൻ ഇൻദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ മുഹമ്മദ് നബി സ്വന്തമായി മെനഞ്ഞുണ്ടാക്കിയതാണ് എന്ന വാദത്തിൽ അവർ സത്യം പറയുന്നവരാണെങ്കിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുകയും അവരെ ക്ഷണിക്കുകയും ചെയ്തു. എന്തിന്?
ഖുർആനിനോട് തുല്യമായ മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാഇന്റെ 88-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ളുഹും ലിബഅ്ളിൻ ദഹീറാ. ഖുർആനിന് തുല്യമായ ഒരു ഖുർആൻ കൊണ്ടുവരാൻ, ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഖുർആന് തുല്യമായെന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. എല്ലാവരും പരസ്പരം സഹായിച്ച് കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നാലും സാധ്യമല്ല എന്ന് ഖുർആനോട് തുല്യമായ ഒരു ഖുർആൻ കൊണ്ടുവരാൻ, ഒരു ഗ്രന്ഥം കൊണ്ടുവരാനുള്ള വെല്ലുവിളി. എന്നിട്ട് സുമ്മ തഖാസറ മഅഹും ഇലാ അശരി സുവരിൻ മിൻഹു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിയുടെ കട്ടി ഒന്ന് കുറച്ചു. എന്നിട്ട് അല്ലാഹു തആല അവരോട് പറഞ്ഞു, ഒരു ഗ്രന്ഥം കൊണ്ടുവരണ്ട, നിങ്ങൾ ഖുർആനുള്ളതിനോട് തുല്യമായ ഒരു 10 അധ്യായം കൊണ്ടുവരൂ. അതാണ് സൂറത്ത് ഹൂദിന്റെ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 13-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅ്തൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത് വദ്ഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ആ ഖുർആനിലുള്ളതിനോട് തുല്യമാകുന്ന ഒരു 10 അധ്യായം നിങ്ങളും കെട്ടിയുണ്ടാക്കി കൊണ്ടുവരൂ. അത് നിങ്ങൾ സ്വന്തം ചെയ്യേണ്ട, സാധിക്കുന്ന സഹായികളൊക്കെ കൂട്ടിന് വിളിച്ചോളൂ എന്ന് അല്ലാഹു തആല 10 അധ്യായം എന്ന് വെല്ലുവിളിച്ചു. സുമ്മ തനാസല ഇലാ സൂറ. പിന്നീട് വെല്ലുവിളിയുടെ ഗൗരവം ഒന്നുകൂടി കുറച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെന്ത് ചെയ്തു, ഒറ്റ അധ്യായത്തിലേക്ക് വെല്ലുവിളി ചുരുക്കി. അതാണ് ഫഖാല ഫി ഹാദിഹി സൂറ, ഈ അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞത്, അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅ്തൂ ബിസൂറത്തിൻ മിസ്ലിഹി വദ്ഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആൻ കെട്ടിയുണ്ടാക്കിയതാണ് എന്നാ നിങ്ങൾ പറയണതെങ്കിൽ ഖുർആനോട് തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. അതിന് നിങ്ങൾക്ക് ആകാവുന്ന സഹായികളൊക്കെ നിങ്ങൾ വിളിക്കുകയും ചെയ്തോളൂ എന്ന് അല്ലാഹു തആല വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി ഒന്നും അവർക്ക് സ്വീകരിക്കാൻ സാധ്യമല്ലെങ്കിലോ പിന്നെ ഖുർആന്റെ മൊത്തത്തിലുള്ള ഒരു താക്കീതുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 24-ാമത്തെ ആയത്തിൽ, ഫഇൻ ലം തഫ്അലൂ വലൻ തഫ്അലൂ വത്തഖുന്നാർ. നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല, അത് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോളൂ എന്നൊരു വെല്ലുവിളി, ഒരു താക്കീത്, അല്ലെങ്കിൽ ഒരു പിന്നെ ഗൗരവതരമായിട്ടുള്ള ഒരു ഭയപ്പെടുത്തൽ അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. അതാണ് അവരോട് പറയാനുള്ളത് എന്നർത്ഥം. അപ്പൊ ഖുർആനിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ സാഹിത്യത്തിന്റെ നെറുകയിൽ വിരാജിച്ചിരുന്ന ആ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചിട്ട് അവർക്ക് സാധിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേത് തന്നെയാണ് ഇതെന്നും ദൈവിക ഗ്രന്ഥമാണെന്നും ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി മെനഞ്ഞുണ്ടാക്കിയതല്ല എന്നും തന്നെയാണ് അതിന്റെ അർത്ഥം എന്നാണ് ഇവിടെ കൃത്യമായി ഖുർആൻ വിശദീകരിച്ചത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇവരെന്തുകൊണ്ടാണ് ഇത്തരം ഒരു അബദ്ധത്തിൽ ചെന്നുപെട്ടത്? ബൽ കദ്ദബൂ ബിമാ ലം യുഹീതു ബിഇൽമിഹി. ഇവർക്ക് പൂർണ്ണമായി അറിവ് ലഭിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. മുഴുവൻ വശവും സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ല ഖുർആനുമായി ബന്ധപ്പെട്ടവർക്ക്. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ അതിനെ വെറുതെ എന്ത് ചെയ്തതാണ്, കണ്ണടച്ച് നിഷേധിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല, പിന്നെ അതോടൊപ്പം തന്നെ വലമ്മായ തഅ്വീലുഹു, അതിന്റെ വിശദീകരണം അവർക്ക് എന്തായിട്ടില്ല, വന്നു കഴിഞ്ഞിട്ടുമില്ല. ഖുർആനിൽ അല്ലാഹു തആല മുന്നോട്ട് വെക്കുന്ന ധാരാളം പിന്നെ പ്രവചനങ്ങളുണ്ട്. ഇവരെ സംബന്ധിച്ച് തന്നെയും അല്ലാഹു തആല ഖുർആനിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവചനം ഇപ്പൊ പുലർന്നിട്ടില്ലാത്ത പ്രവചനങ്ങളുടെ പേരിൽ അവരെന്ത് ചെയ്യാണ്, അവർ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിഷേധിച്ച് തള്ളുന്ന ഒരു സ്വഭാവം അവർ സ്വീകരിച്ചുവെങ്കിൽ അത് അവരുടെ മാത്രം പ്രത്യേകതയല്ല. കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരും ഇങ്ങനെ തന്നെയായിരുന്നു സത്യത്തെ നിഷേധിച്ചു തള്ളിയത്. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, അതുകൊണ്ട് നബിയെ തങ്ങൾ നോക്കൂ എങ്ങനെയായിരുന്നു അക്രമികളുടെ പര്യവസാനമെന്ന്. മുൻകാലത്ത് പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് അല്ലാഹു തആല കടുത്ത പരാജയം നൽകി. അതേപോലെ ഇവരെയും കാത്തിരിക്കുന്നത് ആ പരാജയം തന്നെയാണ് എന്ന് അല്ലാഹു തആല ഉണർത്തി.
എന്നിട്ടല്ല പറഞ്ഞു ഒമിൻഹും മയ്യുമിനു ബിഹി, ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്ന ചിലരുണ്ട്. ഒമിൻഹും മല്ലാ യുമിനു ബിഹി, വിശ്വസിക്കാത്ത ചിലരുമുണ്ട്. റബ്ബുക അഅലമു ബിൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരാരാണെന്ന് അല്ലാഹു തആല നന്നായി അറിയുന്നവനാണ്. കുഴപ്പക്കാർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകുകയും ചെയ്യും നബിയെ. അതുകൊണ്ട് വൈൻ കദ്ദബൂക, തങ്ങളെ അവർ നിഷേധിക്കുകയാണെങ്കിൽ ഫഖുൽ, അങ്ങ് പറയേണ്ടത് ലീ അമലി, എനിക്ക് എന്റെ കർമ്മം, വലക്കും അമലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം, അഥവാ ഞാൻ ചെയ്യുന്നതിനുള്ള പ്രതിഫലം എനിക്ക് ഏറ്റുവാങ്ങാം, നിങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലം നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അൻതും ബരീഊന മിമ്മാ അഅമൽ, ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിവായവരാണ്. വാന ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാനും ഒഴിവായവനാണ്. അഥവാ എന്റെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം ഒന്നും നിങ്ങൾക്കില്ല, നിങ്ങളുടേതിന്റെ ഉത്തരവാദിത്വം എനിക്കുമില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ രാജവീതിയിലൂടെ സഞ്ചരിക്കുകയാണ് ഞാൻ, നേരിന്റെ പക്ഷത്ത് നെഞ്ചുറപ്പോടുകൂടെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. അതേസമയത്ത് നിങ്ങൾ നേരിനെ നിരാകരിക്കാനും സത്യത്തെ നിഷേധിച്ചു തള്ളാനും ആവശ്യമായിട്ടുള്ള അങ്ങേയറ്റം അക്ഷന്തവ്യമായ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. അപ്പൊ അതിനുള്ള പ്രതിഫലവും ശിക്ഷയും നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതിന്റെ ഒരു ഉത്തരവാദിത്വവും എനിക്കില്ല. നിങ്ങൾ ഈ നന്മ ഉൾക്കൊള്ളാത്ത കാലത്തോളം എന്റെ സൽക്കർമ്മത്തിന്റെയും അതേപോലെ തന്നെ എന്റെ പ്രവർത്തനത്തിന്റെയും ഗുണഫലം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുമില്ല എന്ന്, അതായത് കാര്യങ്ങളെ വസ്തുതാപരമായി വിശദീകരിച്ചു കൊടുത്തതിനു ശേഷം ബലാത്കാരത്തിലൂടെ ഇസ്ലാമിലേക്ക് ഒരാളെ ചേർക്കുന്ന പോളിസി ഇല്ലാത്ത ഈ മതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ടൊരു നയം പ്രഖ്യാപിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും, നിങ്ങളതിന്റെ പ്രതിഫലം നിങ്ങൾക്കാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും നിങ്ങളുടെ കാര്യം. വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം നിങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് അല്ലാഹു തആല കൃത്യമായി പറഞ്ഞു. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.